എയർ ഇന്ത്യ വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ. ഹോങ്കോങ് ദില്ലി വിമാനം തിരിച്ചുവിട്ടു. പറക്കലിനിടെ പൈലറ്റ് സാങ്കേതിക തകരാർ കണ്ടെത്തുകയായിരുന്നു. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, എയർ ഇന്ത്യ ഡ്രീം ലൈനർ ആണോ വീണ്ടും തകരാർ കാണിക്കുന്നത്? ഉറപ്പായും സുജയ, അങ്ങനെ തന്നെയാണ്. ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിന് തന്നെയാണ് അഹമ്മദാബാദിൽ അപകടമുണ്ടായ വിമാനത്തിന് സമാനമായ വിമാനം തന്നെയാണ് ഈ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. ഹോങ്കോങ്ങിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട വിമാനമാണ്, ഇന്ന് രാവിലെയോടെ പുറപ്പെട്ട വിമാനമാണ്. ദില്ലിയിലെത്തേണ്ട വിമാനം വീണ്ടും തിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്. പൈലറ്റ് ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇതുവരെ എയർ ഇന്ത്യ വിശദമായൊരു വിശദീകരണമോ വിവരമോ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ തന്നെ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചിറക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അങ്ങനെ ആ വിമാനം സുരക്ഷിതമായി ഇപ്പോൾ യാത്രക്കാരും ക്രൂവും സുരക്ഷിതരായി ഇപ്പോൾ ഹോങ്കോങ്ങിൽ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബോയിങ്ങിന്റെ വിമാനമാണ്, ഡ്രീം ലൈനർ വിമാനമാണ്. അഹമ്മദാബാദിൽ അപകടമുണ്ടായതിന് സമാനമായ വിമാനം. ഇത്തരത്തിലുള്ള വിമാനങ്ങളൊക്കെ പരിശോധിക്കാനും കൂടുതൽ പരിശോധന നടത്തി പ്രത്യേക ഒരു ഇൻസ്പെക്ഷന് ശേഷം മാത്രമേ ഓരോ പറക്കലും നടത്താവൂ എന്നുള്ള നിർദ്ദേശം DGCA നൽകിയിരുന്നു. വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശവും ഉത്തരവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും അത് എയർ ഇന്ത്യ പാലിച്ചു വരികയാണ്. എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിനു കൂടി സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോങ്കോങ്ങിൽ നിന്ന് ദില്ലിയിലേക്ക് ഇന്ന് രാവിലെ പുറപ്പെട്ട വിമാനത്തിലാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. ഈ ആകാശത്ത് വെച്ച് തന്നെ സാങ്കേതിക തകരാർ കണ്ടെത്തിയ വിമാനം തിരിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. സുജയ, ഓക്കെ, എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിലാണ് വീണ്ടും തകരാർ കണ്ടെത്തിയെന്നുള്ള വിവരം വരുന്നത്. ഈ ഫ്ലീറ്റ് മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ടുള്ള നിർദ്ദേശമൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയതാണ്. ആ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം.